ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഒരേ സമയം ചിത്രീകരണം നടക്കുന്ന 3 മമ്മൂട്ടി സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം 2023 ടർബോയ്ക്കും അബ്രഹാം ഓസ്ലറിനും ബ്രഹ്മയുഗത്തിന് മുന്നേ ചിത്രീകരണം ആരംഭിക്കപ്പെട്ട സിനിമയാണല്ലോ ബസൂക്ക. കഴിഞ്ഞ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോഴത്തെ വീണ്ടും സിനിമയുടെ ചിത്രീകരണം പുനരാരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് സിനിമയുടെ ഏറ്റവും പുതിയ ചിത്രീകരണം നടക്കുന്നത്. ബസൂക്ക ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തില്ല എന്ന് നേരത്തെ തന്നെ ഉറപ്പാക്കപ്പെട്ടതാണ്. 2025 തുടക്കത്തിൽ മാത്രമേ ബസൂക്ക തിയേറ്ററുകളിലേക്ക് എത്തുകയുള്ളൂ. കാത്തിരിക്കാം സിനിമയുടെ അടുത്ത അപ്ഡേറ്റുകൾക്ക്. കഴിഞ്ഞ ആഴ്ച ഷൂട്ടിംഗ് ആരംഭിക്കപ്പെട്ട മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സിനിമയാണ് മമ്മൂട്ടി വില്ലൻ വേഷത്തിലെത്തുന്ന വിനായകൻ നായകനായി എത്തുന്ന ജിതിൻ കെ ജോസ് എന്ന നവാഗത സംവിധായകൻ സംവിധാനം ചെയ്യുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഷെഡ്യൂളിലേക്ക് നാളെ മെഗാസ്റ്റാർ ജോയിൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അബ്രഹാം ഓസ്ലർ, ബ്രഹ്മയുഗം എന്നീ സിനിമകൾക്ക് ശേഷം വീണ്ടും മമ്മൂട്ടി വില്ലൻ വേഷത്തിലെത്തുന്ന അടുത്ത കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്ന സിനിമ കൂടിയായിട്ട് മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ സിനിമ മാറുകയാണ്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക്. ഈ 2024 വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടിയുടെ സിനിമകളിൽ ഒന്നാണല്ലോ ടർബോ. ടർബോയ്ക്ക് ശേഷം ഇനി തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത മമ്മൂട്ടിയുടെ പുതിയ സിനിമ അത് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന സിനിമയാണ്. ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിലായിരിക്കുകയാണ്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പാക്കപ്പ് ആകുന്ന ചിത്രത്തിന്റെ ടീസർ അണിയറയിൽ ഒരുങ്ങുകയാണ്. ഈ വരുന്ന ഒക്ടോബർ മാസം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന സിനിമയുടെ ടീസർ റിലീസ് ചെയ്യും. ഒഫീഷ്യൽ അപ്ഡേറ്റ് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ചിത്രം നവംബർ മാസം 14 തിയേറ്ററുകളിലേക്ക് എത്തും. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക്.